നമുക്ക് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓരോ പാർട്ടിയും എന്ന് പറയുന്നത് ഓരോ കോർപ്പറേറ്റുകളാണെന്ന്. അവർ ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൂട്ടുപിടിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും വെൽ പ്ലാൻഡ് ആണ്. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഹോളിവുഡ് ഫിലിമയെ വെല്ലുന്ന അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ജനങ്ങളുടെ ബ്രെയിനിലോട്ട് അവർ ഓരോ ദിവസവും കുതിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയ്ക്ക് മുമ്പും ഇനിയും ഇത്തരത്തിലുള്ള പ്രോഗ്രാം വരാം. അപ്പോഴും 7 മണിക്കൂറല്ല, അതിൽ കൂടുതൽ ആളുകൾ ഇതുപോലെ ജനങ്ങൾ വെയിറ്റ് ചെയ്യും ആളുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആക്ടർ രാഷ്ട്രീയ പാർട്ടിയിൽ വന്നു കഴിഞ്ഞ് വിജയം നേടിയാലുണ്ടാവുന്ന അപകടത്തെ കുറിച്ചിട്ട് ഓരോ കോർപ്പറേറ്റിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കും അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. വിജയനെ പോലെയുള്ള ഒരു മനുഷ്യസ്നേഹി ഒരിക്കലും രാഷ്ട്രത്തിന്റെ വിഭവത്തെ കൊള്ളയടിക്കാൻ സമ്മതിക്കില്ല. ആ സത്യം അറിയുന്നത് കൊണ്ട് തന്നെ ഈ 7 മണിക്കൂറിനെ മുൻനിർത്തിയിട്ട് വിജയിനെ ഒരു തടവുകാരനാക്കുക എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ടല്ലോ, അവരുടെ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു കുരുട്ടു ബുദ്ധി തന്നെയാണ്. അല്ലേ? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഇപ്പോഴത്തെ യുവ തലമുറകളെല്ലാം MDM കഴിച്ചിട്ടുള്ള ബുദ്ധിയൊന്നല്ല അവർക്കുള്ളത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം, അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്. ഈ അടുത്തുണ്ടായിട്ടുള്ള നേപ്പാളിലുണ്ടായിട്ടുള്ള സംഭവം ഒന്ന് നിങ്ങൾ നോക്കണം. പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രാഷ്ട്രീയത്തിൽ എവിടെയും കാണാത്ത, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഇടപെടാതിരുന്ന, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉണ്ടാവാതിരുന്നിട്ടുള്ള യുവതലമുറ, ജെൻസി എന്ന് വിളിക്കുന്ന യുവതലമുറയാണ് അവരുടെ നേതാവിനെ കൊന്നിട്ട് പുതിയ ഒരു നേതാവിനെ അവർ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ തെറ്റിദ്ധരിക്കരുത്, ഇപ്പോഴത്തെ തലമുറയുടെ തലച്ചോറ് നേരാവണ്ണം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം കേട്ടോ. ഞങ്ങൾ ആരും മണ്ടന്മാരൊന്നല്ല, അല്ലെങ്കിൽ മണ്ടികളൊന്നുമല്ല. നോക്കൂ, അതിനെ തുടർന്ന് നേപ്പാളിലെ പ്രക്ഷോഭത്തെ തുടർന്ന് ജെൻസി എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക് ഗൂഗിളിൽ കയറിപ്പറ്റി